അങ്ങനെ ആവാം. ശരി, ഓക്കെ, താങ്ക് യു. ഏതായാലും ഐശ്വര്യമായിട്ട് അമ്പലത്തിൽ പോയി വന്നത് കൃത്യസമയത്താണ്. തന്നോട് പറയാനൊരു സന്തോഷ വാർത്തയുണ്ട്. ആണോ? എന്നാ പറയൂ, കേക്കട്ടെ. ഞാൻ എന്താ പറയാൻ പോകുന്നെന്ന് മീരയ്ക്കൊന്ന് ഗസ് ചെയ്യാമോ? നമ്മുടെ പുതിയ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ശരിയായി എന്നാണോ? അതെ, കമ്പനിയുടെ പേര് രജിസ്റ്റർ ചെയ്തു. പക്ഷേ ഞാനതിന് തന്നോടൊരു അഭിപ്രായം ചോദിച്ചില്ല. അതിൽ വിഷമമുണ്ടോ? ഏയ് ഇല്ല ആദർശേട്ടാ. ആദർശൻ എന്ത് ചെയ്താലും അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്ക് ഒരു പരാതിയില്ല. കമ്പനിക്ക് പേരിടുമ്പോ അതിന്റെ എല്ലാ വശങ്ങളും നന്നായിട്ട് ആലോചിച്ചിട്ടേ ആദർശേട്ടൻ പേരിടൂന്ന് എനിക്കറിയാം. ഞാൻ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെ ആ പേര് തീരുമാനിച്ചത്. പക്ഷെ ആ പേര് കിട്ടുമോയെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് അത് തന്നെ കിട്ടി. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി നമ്മുടെ രണ്ടുപേരുടെയും പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനിയും നമ്മുടെ മാത്രം കമ്പനിയാണ്. അധികാരം കാണിക്കാനും അഭിപ്രായം പറയാനും വേറെ ആരുമില്ല. അതെ, അഭിചേച്ചിക്കും ആ ഒരു സ്വാതന്ത്ര്യം കിട്ടിയല്ലോ. അതുകൊണ്ട് ഇനി ഈ വീട്ടിലെ വഴക്കുകളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവില്ല ആദർശേട്ടാ. നമുക്ക് നോക്കാം. അല്ല, താൻ കമ്പനിയുടെ പേര് ഗസ് ചെയ്ത് പറഞ്ഞില്ലല്ലോ. കമ്പനിയിലെ കാര്യങ്ങൾ ശരിയായോ എന്ന് മാത്രമല്ല ചോദിച്ചുള്ളൂ. ഞാൻ ഫിക്സ് ചെയ്ത പേരെന്താണെന്ന് തനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അത് അറിയില്ല, ആദർശേട്ടൻ തന്നെ പറയൂ. എന്തായാലും ആ പേര് എനിക്കിഷ്ടാവും. ഓക്കെ, പക്ഷേ ഇനി അത് മാറ്റി പറയരുത്. ഇല്ല. ശരി. മീര ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. ആദർശിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേരാവും ആദർശ് കമ്പനിക്ക് ഇടുന്നത്. അത് ചിലപ്പോ തന്റെ പേരാവാനും സാധ്യതയുണ്ട്. ആദർശേട്ടൻ ഇക്കാര്യം ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? കമ്പനി രജിസ്റ്റർ ചെയ്യാൻ കൺസൾട്ടന്റിന്റെ കൈ കൊടുത്തിരുന്നപ്പോ ആ പേര് പറഞ്ഞിരുന്നു. എന്താടോ? കമ്പനിയുടെ പേര് മീര ബിൽഡേഴ്സ് എന്നായിരിക്കുന്ന മുകുന്ദേട്ടൻ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോ എന്നോട് പറഞ്ഞു. ഇപ്പോ അതേ പേര് ആദർശേട്ടനും പറഞ്ഞപ്പോ ഞാൻ അമ്പരന്ന് പോയി. അതെങ്ങനെ അയാൾ അറിഞ്ഞു ഞാൻ ഇങ്ങനെ പേരിടുന്നു? അറിയില്ല. കമ്പനി കൺസൾട്ടൻസിയുമായിട്ട് അയാൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഏയ്, അതിന് സാധ്യതയില്ല. എങ്കിൽ ചിലപ്പോ എനിക്ക് മീരയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ തന്റെ പേര് തന്നെ ഇടുകയുള്ളെന്ന് അയാൾ ഊഹിച്ചതായിരിക്കും. അതിന് സാധ്യതയുണ്ട്. എന്നാലും എന്റെ പേരിടണ്ടായിരുന്നു. ഒരു കോമൺ നെയിം, അല്ലെങ്കിൽ ആദർശേട്ടന്റെയോ അമ്മയുടെയോ പേര് മതിയായിരുന്നല്ലോ. അങ്ങനെയല്ല മീര, തന്റെ പേരിനൊരു പ്രത്യേകതയുണ്ട്. അത് ഇന്ത്യയിൽ എവിടെയും അക്സെപ്റ്റ് ചെയ്തൊരു പേരാണ്. പറയാനും ഓർമ്മിക്കാനും ഒക്കെ എളുപ്പമാണ്. അത് മാത്രമല്ല, ദേവാ ബിൽഡേഴ്സ് എന്ന കമ്പനിയെ ഒരു ഘട്ടത്തിൽ തകർന്നു പോവാതെ പിടിച്ചു നിർത്തിയത് തന്റെ ഇടപെടല. പക്ഷേ അതിന്റെ നന്ദിയൊന്നും ആരും തന്നോട് കാട്ടുന്നില്ല. അതിന് താൻ സ്വന്തം പേരിൽ ഒരു കമ്പനി ഡിസേർവ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്റെ കടമയല്ല ആദർശേട്ടാ. അതിന് ആരും എന്നോട് നന്ദി പ്രകടിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അത് തന്റെ കാഴ്ചപ്പാട്. ഇത് എന്റെ സന്തോഷമാണ്. വെറുതെ ഭാര്യയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അന്ധമായി ഞാൻ ഇടുന്ന പേരല്ല ഇത്. ഇന്ത്യ മുഴുവൻ തന്റെ പേരുള്ള ഈ കമ്പനി അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പേര് സെലക്ട് ചെയ്തത്. അതിന് തന്റെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും, അതുറപ്പാ. മീന, ആദർശിന്റെ കമ്പനിയുടെ പുതിയ പേര് തീരുമാനിച്ചു. ആണോ? എന്താ പേര്? മീര ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആഹാ, അത് കൊള്ളാലോ. അല്ലെങ്കിലും ആദർശ സ്നേഹമുള്ള ആളാ. മീരോട് എത്രത്തോളം ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും ആ പേര് ആദർശ് കമ്പനിക്ക് കൊടുത്തത്. അതെ. ഇനിയും ഇതിന്റെ പേരിൽ അഭിരാമി വഴക്കുണ്ടാക്കുമെന്നാ? ഏയ്, അങ്ങനൊന്നും ചെയ്യാൻ സാധ്യതയില്ല. അവളുടെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. അസൂയ നിറഞ്ഞ മനസ്സാ അഭിരാമിക്ക്. ഇതൊന്നും അവൾക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അഭിരാമി ആവശ്യപ്പെട്ടതെല്ലാം ആദർശ് വിട്ടുകൊടുത്തില്ലേ? ഇനി വഴക്കുണ്ടാക്കാൻ ചെന്നാൽ ആദർശ് ചിലപ്പോൾ പ്രതികരിച്ചെന്നിരിക്കും. അങ്ങനെ ആദർശ് പ്രതികരിച്ചാ അത് അവളുടെ അവസാനമായിരിക്കും. ഛേ,
അങ്ങനെയൊന്നും പറയാതെ ബീനെ. അല്ല ഹരിയേട്ടാ, പൊതുവെ ക്ഷമയും സഹനശക്തി ഉള്ളവര് പൊട്ടിത്തെറിക്കോ വഴക്കുണ്ടാക്കോ ഒന്നും ചെയ്യില്ല. പക്ഷേ ഒരിക്കൽ അവരുടെ കൺട്രോള് പോയാ പിന്നെ പിടിച്ചാ കിട്ടില്ല. എതിർത്ത് നിൽക്കുന്ന ആളുടെ അവസാനത്തിലേ അത് തീരൂ, അത് ഉറപ്പാ. എന്തായാലും നമ്മുടെ മോളുടെ പേര് ആദർശ് കമ്പനിക്ക് കൊടുത്തല്ലോ, അതെനിക്ക് ഒത്തിരി സന്തോഷായി. എനിക്കും ഒരുപാട് സന്തോഷമായി. ആദർശ് ജയിലിൽ കിടന്നപ്പോൾ ആദർശിനെ രക്ഷിക്കാൻ എൻ്റെ മോൾ എത്ര കഷ്ടപ്പെട്ടു. ആ സമയത്ത് ആദർശിന്റെ വീട്ടിൽ നിന്നും എന്തുമാത്രം അവഗണന അനുഭവിച്ചു. ഒരു ഘട്ടത്തില് മീരെ അവര് തിരിച്ചിവിടെ അയക്കുക പോലും ചെയ്തില്ലേ. ആ, അതെല്ലാം ആദർശിനറിയാം. മീരയുടെ സങ്കടങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടായല്ലേ പറ്റൂ ഹരിയേട്ടാ. ഇനി നോക്കിക്കോ, മീരയ്ക്ക് നല്ല കാലമായിരിക്കും. അഭിരാമി അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിയുന്നതോടെ ആ വീട്ടിൽ സമാധാനം വന്നു തുടങ്ങും, അത് ഉറപ്പാ. എനിക്കും ആ പ്രതീക്ഷയുണ്ട്. ഇനി അവരുടെ കമ്പനി വളർന്ന് നല്ല നിലയിലെത്തിയാൽ സമാധാനമായി അല്ലേ? അതെ, അതൊക്കെ സംഭവിക്കുന്ന ഉറപ്പാ. ആദർശിന്റെ ഇത്രയും വർഷത്തെ കഴിവും എക്സ്പീരിയൻസും എന്തായാലും അവർക്കൊരു മുതൽക്കൂട്ടായിരിക്കും. പിന്നെ നമ്മുടെ മീരമോൾക്കാണെങ്കിൽ ഈശ്വരാനുഗ്രഹം ധാരാളമായിട്ടുണ്ട്. അവർക്ക് ജീവിതത്തിൽ വിജയിക്കാനും കമ്പനി വളർത്താനുമെല്ലാം ഈ 2 കാരണങ്ങൾ തന്നെ ധാരാളമല്ലേ? അതെ. ആ, പിന്നെ സൂരജും അവർക്കൊപ്പം ഉണ്ടല്ലോ. പുതിയ കമ്പനി ആയതുകൊണ്ട് ആദർശ സൂരജിന് നല്ല പോസ്റ്റിങ്ങും കൂടുതൽ ഉത്തരവാദിത്തങ്ങളും കൊടുക്കുമായിരിക്കും അല്ലേ? അതിനാണ് സാധ്യത. ആദർശിന് സൂരജിന് വലിയ കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. ആ, എല്ലാം നന്നായി വന്നാ മതിയായിരുന്നു. എല്ലാം നന്നായി വരും. അവർക്ക് വേണ്ടി ക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിക്കണം ഹരിയേട്ടാ. എത്രയൊക്കെ നോക്കിയാലും അസൂയക്കാരും ശത്രുക്കളും ആദർശിനുണ്ടാവും. വലിയൊരു കമ്പനി രണ്ടാവുമ്പോ ചെറിയ കമ്പനിക്കാരുടെ ഭീഷണി കൂടി വരേയുള്ളൂ. അതിന്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ അവരും ശ്രമിക്കില്ലേ? ആ ജയിലിൽ പോയ അവരുടെ അമ്മാവന് ആദർശിനോട് എന്തായാലും വൈരാഗ്യം ഉണ്ടാവും. അയാളെ കൊണ്ടാവും പോലെ ഉപദ്രവിക്കാൻ അയാളും ശ്രമിക്കും. അയാൾ ജയിലിലായ സ്ഥിതിക്ക് ഇനി അത്തരം ഉപദ്രവങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. അതൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ജയിലിൽ കിടക്കുന്നവർക്ക് ക്രിമിനലുകളുമായിട്ടുള്ള ബന്ധം കൂടുതലായിരിക്കും. ഉപദ്രവിക്കാൻ തീരുമാനിച്ച ജയിലിലെ ബന്ധങ്ങൾ വെച്ച് കൊട്ടേഷനൊക്കെ കൊടുക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ സിനിമയിലെ നടക്കൂ ബീനെ. ഇയാളെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ തന്നെ മാനസികമായിട്ട് തകർന്നു പോയിട്ടുണ്ടാവും. അതൊക്കെ നമ്മുടെ ചിന്താഗതിയാ. ക്രിമിനൽ ബുദ്ധിയുള്ളവർക്ക് കല്ലുപോലത്തെ മനസ്സാവും. അവരൊക്കെ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷമാ മനസ്സ് തുറന്നൊന്ന് സന്തോഷിക്കാൻ ഒരു വാർത്ത കേട്ടത്. അതിങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് താൻ പേടിപ്പിച്ച് കളയാതെ. അയ്യോ, ഞാൻ ഹരിയേട്ടന്റെ സന്തോഷം നശിപ്പിക്കാൻ പറഞ്ഞതല്ല. ഒരു മുൻകരുതൽ എടുക്കാൻ വേണ്ടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. തോറ്റുപോയവർക്കേ വൈരാഗ്യം കൂടും. സ്വന്തം ജീവിതം നശിച്ചാലും ശത്രുക്കളെ തകർന്നു കാണണമെന്ന് അവരാഗ്രഹിക്കും. അതാ ഞാൻ പറഞ്ഞത്. താൻ പറയുന്നതിലും കാര്യമുണ്ട്. ഞാൻ ആദർശനോട് പറയാം. ഒരു മുൻകരുതൽ എടുക്കുന്നത് എപ്പോഴും നല്ലതാണല്ലോ. അതെ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണല്ലോ സംഭവിക്കുന്നതല്ല. ദേവാ ബിൽഡേഴ്സിന് വേണ്ടി സാർ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. എന്നിട്ടും ആ കമ്പനി വിട്ടുകൊടുത്തെന്ന് പറഞ്ഞാൽ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ ജീവിതം മുന്നോട്ട് പോകണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഓരോ നിമിഷവും നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തും. അത് ശരിയാണ്. ഒരു തെറ്റും ചെയ്യാതെ സാറ് ജയിൽ ശിക്ഷ വരെ അനുഭവിച്ചില്ലേ? അങ്ങനെയൊക്കെ ഒരു അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് സാർ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നെപ്പോലുള്ളവർ പൊതുകാര്യങ്ങളിൽ ഇടപെട്ട് നടക്കുന്നത് കൊണ്ട് മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾക്ക് കേസ് വരികയും ജയിലിൽ പോകുകയൊക്കെ സംഭവിച്ചേക്കാം. പക്ഷേ കമ്പനി കാര്യങ്ങൾ മാത്രം നോക്കി അതിനുവേണ്ടി ജീവിക്കുന്ന സാറിന് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ജീവിതത്തിൻ്റെ അർത്ഥമെന്തെന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കട്ടെ എന്ന് ആരാ തീരുമാനിക്കുന്നുവെന്ന് മനസ്സിലാവുന്നില്ല. അതൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണ് ദിവാര സത്യാന്വേഷികളായി മാറുന്നത്. ഞാൻ ജയിലിൽ കിടന്നതിലൊന്നും എനിക്കൊരു സങ്കടവുമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഫലമുണ്ടാവും.
അത് നല്ലതായാലും മോശമായാലും അനുഭവിക്കാൻ തയ്യാറായേ പറ്റൂ. അങ്ങനൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. ഒരു തെറ്റ് ചെയ്യാതെ സാർ അനുഭവിക്കുന്നത് എന്തിൻ്റെ ഫലമാണെന്നാ സാറ് പറയുന്നത്? സാറിൻ്റെ അമ്മാവൻ ആ പാവം പെങ്കൊച്ചിനെ കൊന്നുകളഞ്ഞില്ലേ? ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തെന്നാ? അതിൻ്റെ പേരിൽ സാറ് ജയിലിലായി. സാർ എന്ത് തെറ്റാണ് ചെയ്തത്? ജയിലിൽ കിടക്കാൻ മാത്രമുള്ള എന്തെങ്കിലും തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ശിക്ഷ ഇങ്ങനെ അനുഭവിക്കാനാണ് യോഗമെങ്കിലോ? ഇന്ദുവിൻ്റെ കാര്യവും അതൊക്കെ തന്നെയാവും. ഈ ലോകത്തെ രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവരമൊന്നും നമുക്കില്ല. നമ്മുടെ കാര്യങ്ങളിൽ പോലും ശരിയായ അറിവോ വിവരമോ നമുക്കില്ല. പിന്നെ എങ്ങനെ മറ്റുള്ളവരുടെ കാര്യം അറിയും? സാറ് അങ്ങനെ പറയുമ്പോൾ അത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു. സാറിൻ്റെ ചിന്തകൾക്കും സംസാരത്തിനും ഒക്കെ ജയിലിൽ നിന്ന് വന്ന ശേഷം നല്ല മാറ്റമുണ്ട്. എന്നും തിരക്കായിരുന്നില്ലേ? സ്വന്തം മനസ്സിലേക്കൊന്ന് നോക്കാനും സ്വയം ഒന്ന് റിഫ്രഷ് ചെയ്യാനും സമയം കിട്ടിയിരുന്നില്ലല്ലോ. ഇനി കിട്ടിയാലും അതിന് ശ്രമിച്ചതുമില്ല. ജയിലിൽ കിടന്ന സമയത്ത് വേറൊന്നും ചെയ്യാനില്ലാതെ വന്നപ്പോൾ ചിന്തകളും ആലോചനകളും ഒക്കെ ഒന്ന് പരുവപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും സാർ. ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്ന് റീഫ്രഷ് ആവാൻ ജയിലിൽ കിടന്നാലും സാരമില്ലല്ലേ സാറേ? ഇതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലല്ലോ. അതെ, സാധാരണ ജയിലിൽ പോകുന്നവര് കുറ്റവാളികളുമായി ചങ്ങാത്തത്തിലായി അകത്തേക്ക് പോകുന്നതിനേക്കാൾ വലിയ ക്രിമിനലുകളായിട്ടാണ് തിരിച്ചു വരുന്നത്. പക്ഷേ സാറ് നേരെ തിരിച്ചായിപ്പോയി. എന്തായാലും സാറ് പുതിയ കമ്പനി തുടങ്ങുന്നു എന്നറിഞ്ഞത് സന്തോഷമുള്ള കാര്യമാണ്. പുതിയ പ്രോജക്റ്റുകൾ ഒരുപാട് വരുമല്ലോ. ആളുകൾക്ക് ജോലി ഉണ്ടാവട്ടെ, യൂണിയനും വളരട്ടെ. ഇവിടെ ഇപ്പോൾ ഉള്ള പ്രോജക്റ്റുകളെല്ലാം ദേവ ബിൽഡേഴ്സ് തന്നെയായിരിക്കും നോക്കുന്നത്. കേരളത്തിൻ്റെ പുറത്തുള്ള പ്രോജക്റ്റുകളായിരിക്കും പുതിയ കമ്പനിക്കുള്ളത്. അപ്പോൾ സാർ ഇവിടുന്ന് പോകുമോ? ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. പുതിയൊരു ഓഫീസ് മീര ബിൽഡേഴ്സ് എന്ന പേരിൽ തുടങ്ങുന്നു. ഇവിടെ നിന്ന് പുറത്തുള്ള പ്രോജക്റ്റുകൾ മാനേജ് ചെയ്യും. ആ, പിന്നെ മീര ബിൽഡേഴ്സിൻ്റെ പുതിയ പ്രോജക്റ്റുകൾ ഇവിടെ ഉണ്ടാവും. അതിന് ദിവാകരൻ്റെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. അതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ സാറേ? എന്നെ കൊണ്ടാവുന്ന എല്ലാ സഹായങ്ങളും സാറിന് എപ്പോഴും ഉണ്ടാകും. ഞാനും നമ്മുടെ യൂണിയനും സാറിനോടൊപ്പം തന്നെ ഉണ്ടാവും. അത് മതി. നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടെങ്കിലേ കമ്പനിക്ക് നിലനിൽപ്പുള്ളൂ. അങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതൊക്കെ ശരിയാവും സാർ. സാറ് നോക്കിയോ, സാറിൻ്റെ പുതിയ കമ്പനി ഇവിടുത്തെ ഏറ്റവും വലിയ കമ്പനിയായിട്ട് മാറും. അതെനിക്ക് ഉറപ്പാണ്. സാറിനെ കൊണ്ട് അതിന് സാധിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആ സാറേ, പുതിയ ഓഫീസിലേക്ക് പുതിയ സ്റ്റാഫുകൾ എടുക്കുന്നുണ്ടോ? അതോ ദേവ ബിൽഡേഴ്സിൽ ഉണ്ടായിരുന്ന സ്റ്റാഫുകൾ തന്നെയാണോ എടുക്കുന്നത്? അതിനൊരു തീരുമാനമൊന്നും ആയിട്ടില്ല. ഇവിടെ ഇപ്പോൾ തൽക്കാലം ഞാനും മീരയും മീരയുടെ ബ്രദറും മാത്രമേ ഉണ്ടാവൂ. പുറത്തെ പുതിയ പ്രോജക്റ്റുകളെല്ലാം നമ്മുടെ പഴയ സ്റ്റാഫുകൾ തന്നെയാണ് നോക്കുന്നത്. ഓഫീസ് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് സ്റ്റാഫുകൾ വേണ്ടിവരും. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട നല്ല കഴിവുള്ള കുറച്ച് പേരുണ്ടായിരുന്നു. അവരെ ഒന്ന് പരിഗണിക്കാമോ? അതിനെന്താ, ഉറപ്പായിട്ടും പരിഗണിക്കാം. HR ഡിപ്പാർട്ട്മെൻറ്റ് മീരയാവും നോക്കുക. ഇൻ്റർവ്യൂ തുടങ്ങുമ്പോൾ ഞാൻ ദിവാകരനെ അറിയിക്കാം. അന്ന് വന്നാൽ നമുക്ക് വേണ്ടത് ചെയ്യാം. മതി സാർ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. പുതിയ കമ്പനി ഗംഭീരമാവട്ടെ. താങ്ക് യു. എന്നാൽ ഞാൻ ചെല്ലട്ടെ ദിവാര, പിന്നെ കാണാം. ശരി സാർ. ആദർശിന്റെ യഥാർത്ഥ സ്വഭാവം അമ്മയ്ക്ക് ബോധ്യപ്പെടാനുള്ള ശരിയായ അവസരമാണിത്. നീ എന്തൊക്കെയായി പറയുന്നേ? എന്റെ അമ്മ ഇത്രയും പാവം ആവരുത്. അവന് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങിയപ്പോ അമ്മയുടെ പേര് അവൻ ഇടായിരുന്നല്ലോ. അതായിരുന്നല്ലോ ശരി. അപ്പോ അമ്മയേക്കാൾ വലുത് അവന് ഭാര്യയാണ്. ഭാര്യയെ സൂഹിപ്പിക്കണം. അതുകൊണ്ടാ വലിയ ഗമയിലും മീര ബിൽഡേഴ്സ് എന്ന് പേരിട്ടത്. അതിലൊന്നും ഒരു കാര്യമില്ല. പേര് ഏതായാലെന്താ? അമ്മയുടെ നല്ല മനസ്സുകൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. പേരേതിട്ടാലും കാര്യമൊന്നുമില്ല, അത് ശരിയാ. പക്ഷെ അവൻ മാധവി ബിൽഡേഴ്സ് എന്ന് പേരിട്ടിരുന്നെങ്കിൽ എനിക്ക് അവനോടൊരു ബഹുമാനം തോന്നിയനെ. ഇത് ഭാര്യയെ സൂചിപ്പിക്കാൻ വേണ്ടിയാ അവൻ ഇങ്ങനെ ഒരു പേരിട്ടത്. ഏതു പേരിട്ടാലും എനിക്കതിൽ പരാതിയൊന്നുമില്ല. നല്ല രീതിയിൽ അവർ ജീവിച്ചാൽ മതി. ആ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അതെനിക്കറിയാമേ. നമുക്കൊക്കെ അങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റൂ. പക്ഷേ മീര അങ്ങനെയല്ല. അവൾ ഒരാളുടെ കളിയാ എന്നെ ആദർശിനെ അകറ്റിയത്. കഴിഞ്ഞത് കഴിഞ്ഞു. നീ അതൊക്കെ മനസ്സിൽ നിന്ന് വിട്. എന്നിട്ട് നിന്റെ ജോലിയിൽ ശ്രദ്ധിക്ക്. അമ്മ പേടിക്കണ്ട. ആരുടെ മുന്നിൽ തോറ്റാലും ഞാൻ മീരയുടെ മുന്നിൽ തോൽക്കില്ല. ഇതുവരെ ആദർശ് എന്റെ സഹോദരനായിരുന്നു.
അവനോട് യാതൊരു വാശി എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എന്നവൻ മീരയ്ക്ക് വേണ്ടി എന്നെ തള്ളി പറഞ്ഞോ, അതിനുശേഷം ആദർശിന്റെ മുന്നിൽ ജയിക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. മത്സരം നല്ലതാണ്, രണ്ടുപേർക്കും അത് വിജയം തരും. പക്ഷേ ആ മത്സരം രണ്ടുപേരുടെയും നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എങ്ങനെയൊക്കെ സംഭവിച്ചാലും നിങ്ങൾ കൂടപ്പിറപ്പുകളാണ്, ഒരേ ചോര. ആ ബോധ്യം രണ്ടാൾക്കും വേണം. അത് മറന്നത് ഞാനല്ലല്ലോ അമ്മേ. വിവാഹം കഴിഞ്ഞ ഒരു ഭാര്യയെ കിട്ടിയപ്പോ കൂടപ്പിറപ്പിനെ മറന്നതും തള്ളിപ്പറഞ്ഞതും അവനല്ലേ. ആദർശിന്റെ പേര് പറഞ്ഞ് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ മുന്നിൽ ഒരുപാട് ആളായിട്ടുണ്ട്. ഇതുപോലൊരു അനുജനെ കിട്ടിയത് എന്റെ ഭാഗ്യമാണെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആ അവനാണ് ഭാര്യയ്ക്കും വീട്ടുകാർക്കും വേണ്ടി എന്നെ കറിവേപ്പിലാക്കിയത്. എന്റെ മാനസികാവസ്ഥ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സഹോദരങ്ങളാവുമ്പോൾ പരസ്പരം സൗന്ദര്യപ്പിണക്കവും വഴക്കും എല്ലാം സർവ്വസാധാരണമാണ്. അതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത് അബി. അമ്മ എന്താ ഒന്നും അറിയാത്തതുപോലെ എന്നെ പഴി പറയാണോ വേണ്ടത്? ഇവിടെ സംഭവിച്ചതൊക്കെ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. ഇപ്പൊ തന്നെ അവര് കാണിച്ച പ്രവൃത്തി ഒന്ന് നോക്കിക്കേ. ആളുകൾ അവനെ പറ്റി എന്ത് കരുതും? ഒരു പെൺകോന്തനാണെന്ന് വിചാരിക്കില്ലേ? അങ്ങനെയൊന്നും കരുതണ്ട. വിവാഹം കഴിയുമ്പോൾ ഭാര്യയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ടി വരും. അത് സർവ്വസാധാരണമാണ്. വിഘ്നേഷ് ആയാലും അവന്റെ വീട്ടുകാരേക്കാൾ പ്രാധാന്യം തരുന്നത് നിനക്കല്ലേ മോളെ? വിഘ്നേശ്വരനെ പോലെയാണോ ആദർശ്? അല്ലെങ്കിൽ തന്നെ വിഘ്നേശ്വരന്റെ വീട്ടുകാരെ പോലെയാണോ നമ്മൾ ആ മീരയെ നോക്കുന്നത്? അവൾക്കിവിടെ എന്തിന്റെങ്കിലും കുറവുണ്ടോ? അമ്മ എന്നെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നതും മീരയ്ക്കായിരുന്നില്ലേ? നിങ്ങൾ രണ്ടുപേരും എനിക്കൊരുപോലെയാ. അതുപോലെ മീരയും വിഘ്നേഷും എനിക്ക് എന്റെ സ്വന്തം മക്കള് തന്നെയാ. അമ്മ അങ്ങനെ കണ്ടതിൻ്റെതാണ് ഈ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ മുഴുവൻ. മരുമകളെ മരുമകളായി വേണം കാണാൻ, നിർത്തേണ്ട സ്ഥലത്ത് നിർത്തണമായിരുന്നു. ഇത് ഞാൻ അവളെ എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ പോലും എന്റെ കുറ്റം പറയുമായിരുന്നു. എന്നിട്ടിപ്പോ എന്തായി? അവൾ അവളുടെ തനി നിറം കാണിച്ചു. എന്തോ ഭാഗ്യത്തിന് കുടുംബം രണ്ടായില്ല, ബിസിനസ് മാത്രമേ രണ്ടായുള്ളൂ. എന്നിട്ടെങ്കിലും അവൾ അടങ്ങിയോ? ഇനി ദേവ ബിൽഡേഴ്സിനോട് മത്സരിക്കുന്നത് ആരാ? മീര ബിൽഡേഴ്സ്. എന്റെ അച്ഛന്റെ പേരിനൊപ്പം ഇനി അവളുടെ പേരും പറയും. അത് ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടം. ഞാൻ പറഞ്ഞില്ലേ അബി, പേരിലൊന്നും ഒരു കാര്യവുമില്ല. ശരിയാ, പേരിൽ കാര്യമൊന്നുമില്ല, ഞാനത് സമ്മതിക്കുന്നു. എങ്കിൽ പിന്നെ അവൾ എന്തിനാ ദേവ ബിൽഡേഴ്സ് എന്ന ടൈറ്റിൽ വേണമെന്ന് വാശി പിടിച്ചത്? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അതൊക്കെ കഴിയുകയും രണ്ടുപേരും രണ്ടായി കാര്യങ്ങൾ ചെയ്യാനും തുടങ്ങിയില്ലേ. ഇനി നീ നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് ശരിയാ, ആദർശിനെ പോലെ സ്വന്തം കാര്യം മാത്രം നോക്കിയിരിക്കുക വേണ്ടത്. പക്ഷേ എന്റെ മനസ്സത് അനുവദിക്കുന്നില്ല. എത്രയൊക്കെ പറഞ്ഞാലും എനിക്ക് അവൻ സ്വന്തം അനുജനാ. അതുകൊണ്ട് ആദർശിനെ ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞാ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവന്റെ ഭാഗത്ത് നിന്ന് ആളുകൾ കുറ്റം പറയുന്നത് പോലെ ഒരു പ്രവൃത്തി ഉണ്ടായപ്പോ എനിക്ക് വിഷമം ഉണ്ടായത്. മീര വരുന്നുണ്ട്, നീ ഇതേക്കുറിച്ചൊന്നും പറയാൻ നിൽക്കണ്ട. അങ്ങനെ മീരെ പേടിച്ച് മിണ്ടാതിരിക്കാൻ എന്നെ കിട്ടില്ല. ഇത് എന്റെ വീടാ. ഞാനിവിടെ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓ, എല്ലാം നേടിയെടുത്തു എന്ന ചിരിയായിരിക്കും അല്ലേ? നേടിയെടുത്തുന്നോ? എന്താ ചേച്ചി, എനിക്ക് മനസ്സിലായില്ല. അയ്യോ പാവം കൊച്ചുകുട്ടിയല്ലേ, മനസ്സിലാവാതിരിക്കാൻ. വേണ്ട, നീ അകത്തേക്ക് പോ. അങ്ങനെ ഇവളെ പേടിച്ച് ഞാൻ പോവില്ല. ചേച്ചി എന്തിനാ വെറുതെ എന്നോട് വഴക്കിടുന്നേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ എന്നോടൊന്നും പറയില്ല, പറയേണ്ട അടുത്തല്ലേ പറയൂ. അതല്ലേ സ്വന്തം പേര് തന്നെ ആദർശിനെ കൊണ്ട് കമ്പനിക്ക് ഇടിച്ചത്. ഞാൻ പേരിടിച്ചെന്നോ? എന്തിനാ വെറുതെ അറിയാത്ത കാര്യം പറയുന്നേ? പേരിട്ടത് ആദർശേട്ടനാ, ഞാൻ അറിഞ്ഞു പോലുമില്ല. ഓ, നീ ഒന്നും അറിയില്ല, അല്ലെങ്കിലും അങ്ങനെയല്ലേ പറയൂ. ഒന്നും അറിയാത്തൊരു പാവം. എടി, നിന്റെ ഒരാളുടെ ബുദ്ധിയും കുത്തിത്തിരിപ്പുമാണ് ഇവിടെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അമ്മേ, ചേച്ചി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കമ്പനിയുടെ പേര് തീരുമാനിച്ചതും ഇട്ടതും ആദർശേട്ടനാ, അല്ലാതെ ഞാനല്ല. പേരാര് പറഞ്ഞിട്ടിട്ടാലും എന്തിട്ടാലും എനിക്കൊന്നുമില്ല. കമ്പനി നന്നായി വരണം. ഇവളുടെ പേരിട്ട നന്നാവുന്ന ഒരു പ്രതീക്ഷ എനിക്കില്ല. അത്രയ്ക്കും ഐശ്വര്യമാണല്ലോ. എന്നാലും ഇവളുടെ ബുദ്ധി സമ്മതിക്കണം. തലയണ മന്ത്രം ഓതി ഓതി ആദർശിനെ ഇങ്ങനെ മാറ്റിയെടുത്തില്ലേ. എന്നിട്ട് ഒന്നും വേണ്ടാന്നൊരു പാവം ചമയിലും അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഞാൻ പറഞ്ഞ സത്യ.
ഈശ്വരനെ ഓർത്ത് എന്നെ വിശ്വസിക്ക് ചേച്ചി. എനിക്ക് അത്തരം ഒരു ആഗ്രഹങ്ങളും ഇല്ല. അഭി, നീ ആരുടെ മുന്നിലാ മീര ഈ അഭിനയിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും ഒരു ആത്മാഭിമാനം ഉണ്ടായിരുന്നെങ്കിൽ കമ്പനിക്ക് നിന്റെ പേര് ഇടിയിക്കില്ലായിരുന്നു. എല്ലാം ചെയ്യിച്ചിട്ട് എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും വേണ്ട, അവളുടെ ഒരു അഭിനയം. ഏതായാലും ഒന്നുമില്ലാതെ കയറി വന്നാലും ഇപ്പൊ സ്വന്തം പേരിൽ കമ്പനി വരെ ആയല്ലോ, അതും ഒരു ഭാഗ്യോ. നിന്റെയും മിടുക്കെ ബിസിനസിന്റെ കാര്യത്തിൽ കൂടെ കാണിക്ക. അബി, നിനക്ക് എന്തിന്റെ കേടാ? വെറുതെ എന്തിനാ ഓരോന്നും പറഞ്ഞു? ഇനി ഇതറിയുമ്പോ ആദർശ പ്രശ്നം ഉണ്ടാക്കില്ലേ? അങ്ങനെ ഉണ്ടാക്കിയാൽ അങ്ങ് ഉണ്ടാക്കട്ടെ. ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യോ. എനിക്കതിനെ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല.